എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം. ഇന്ന് നമുക്ക് സത്യദൈവത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ. സത്യദൈവം, സർവശക്തനായ ദൈവം എന്നീ കാര്യങ്ങൾ. യേശുക്രിസ്തു സർവശക്തനായ ദൈവമാണോ അതോ ഒരു ദൈവം മാത്രമാണോ എന്നുള്ള വിഷയം ഇന്നും ക്രൈസ്തവ ലോകത്തിന് കൃത്യമായ ഒരു ഉത്തരം കണ്ടെത്തുവാൻ ഒരു വേദപണ്ഡിതന്മാർക്കും സാധിച്ചിട്ടില്ല. അതിൻ്റെ പേരിൽ വികലമായ പല ആശയങ്ങളും വിശ്വാസികൾക്ക് കേൾക്കേണ്ടി വരുന്നു എന്നുള്ളത് ഒരു വലിയ ന്യൂനതയാണ്. ചിലർ യേശുക്രിസ്തു തന്നെയാണ് സർവശക്തനായ ദൈവം, അവനാണ് സത്യദൈവം എന്നെല്ലാം പ്രചരിപ്പിക്കുന്നു. ഈ വസ്തുത വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പരിശോധിക്കാം. യേശുവിനെ പല വേദഭാഗങ്ങളിലും ദൈവമെന്ന് വിളിച്ചിട്ടുണ്ട്. യേശുക്രിസ്തു ഭൂമിയിൽ വരുമ്പോൾ ഞാൻ ദൈവമാണെന്ന് ഒരിക്കലും പ്രസ്താവിച്ചിട്ടില്ല. ഞാൻ ദൈവത്തിൻ്റെ പുത്രനാണ് എന്ന് അനേക തവണ കർത്താവ് ഏറ്റുപറയുകയും ചെയ്തു. എന്നിരുന്നാലും യേശു തന്നെയാണ് സ്വർഗസ്ഥനായ ദൈവമെന്ന് വിശ്വസിക്കുവാനാണ് ആളുകൾ മുതിരുന്നത്. യേശു സർവശക്തനായ ദൈവം അല്ല എന്ന് വിശ്വസിച്ചാൽ ഏതോ വലിയ തെറ്റാണ്, പാപമാണ് എന്നുള്ളതാണ് ഇവരുടെ എല്ലാം വിചാരം. അപ്പോൾ യേശു സർവശക്തനായ ദൈവമാണോ എന്ന് പരിശോധിക്കാൻ 3-4 വേദഭാഗങ്ങൾ നമുക്ക് വായിക്കാം. എബ്രായ ലേഖനം 1-ാം അധ്യായം 5-ാം വാക്യം നമുക്ക് ആദ്യം ഒന്ന് പരിശോധിക്കാം. അവിടെ പിതാവായ ദൈവം യേശുക്രിസ്തുവിനെ കുറിച്ച് എന്താണ് പറയുന്നതെന്ന് നോക്കാം. നീ എന്റെ പുത്രൻ, ഞാൻ ഇന്ന് നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്നും ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കും എന്നും ദൂതന്മാരിൽ ആരോടെങ്കിലും വല്ലപ്പോഴും അരുളി ചെയ്തിട്ടുണ്ടോ? പിതാവായ ദൈവം പറയുന്നു, നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. നീ എനിക്ക് പുത്രനും ഞാൻ നിനക്ക് പിതാവുമായിരിക്കും എന്ന് ദൂതന്മാരിൽ ആരോടെങ്കിലും വല്ലപ്പോഴും അരുളി ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിതാവായ ദൈവം തന്നെ സാക്ഷ്യം പറയുന്നു യേശു ദൈവത്തിൻ്റെ പുത്രനാണെന്ന്, ദൈവമാണെന്നല്ല. അടുത്തൊരു വാക്യം നമുക്ക് നോക്കാം. 8-ാം വാക്യം. പുത്രനോടോ, ദൈവമേ, നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത്, നിന്റെ രാജത്വത്തിന്റെ ചെങ്കോൽ നേരുള്ള ചെങ്കോൽ. നീ നീതിയെ ഇഷ്ടപ്പെടുകയും ദുഷ്ടതയെ ദ്വേഷിക്കുകയും ചെയ്തിരിക്കുകയാൽ ദൈവമേ, നിന്റെ ദൈവം നിന്റെ കൂട്ടുകാരൻ ഫലമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. അപ്പോൾ 5-ാമത്തെ വാക്യത്തിൽ പുത്രൻ എന്ന് പറഞ്ഞിരിക്കുന്നു. അതേ ദൈവം തന്നെ 8-ാമത്തെ വാക്യത്തിൽ പുത്രനെ ദൈവമെന്ന് സംബോധന ചെയ്യുന്നു. പിതാവായ ദൈവം പുത്രനെ ദൈവമെന്ന് സംബോധന ചെയ്യുന്നു. നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത്. അപ്പം ഇവിടെ പിതാവായ ദൈവം പുത്രനെ ദൈവമെന്ന് വിളിച്ചതുകൊണ്ട് പിതാവായ ദൈവത്തിൻ്റെ പദവിക്ക് എന്തെങ്കിലും മാറ്റം സംഭവിച്ചോ? ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ ദൈവം എന്ന് വിളിച്ചിരിക്കുന്നത് കൊണ്ട് പിതാവായ ദൈവമാകുന്നില്ല യേശുക്രിസ്തു. അതിൻ്റെ 9-ാം വാക്യത്തിൽ നീ നീതിയെ ഇഷ്ടപ്പെടുകയും ദുഷ്ടതയെ ദ്വേഷിക്കുകയും ചെയ്തിരിക്കയാൽ ദൈവമേ, നിന്റെ ദൈവം എന്ന് പറഞ്ഞു. യേശുവിനെ പിതാവായ ദൈവം സംബോധന ചെയ്യുന്നത് ദൈവമേ,
നിന്റെ ദൈവം നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദതൈലം കൊണ്ട് അഭിഷേകം ചെയ്തു. അപ്പൊ യേശുവിനെ പിതാവായ ദൈവം ദൈവമെന്ന് സംബോധന ചെയ്യുകയാണ്. അതിന്റെ കാരണം നീ നീതിയെ ഇഷ്ടപ്പെടുകയും ദുഷ്ടതയെ ദ്വേഷിക്കുകയും ചെയ്തതുകൊണ്ടാണ്. ഏതാണ് നീതി, ഏതാണ് ദുഷ്ടത? പാപത്തിന്റെ ഫലമായി മനുഷ്യരാജ്യം വീണ്ടെടുക്കുവാൻ യേശുക്രിസ്തു യാഗമായി തീർന്നു. അതാണ് നീതി എന്ന് പറയുന്നത്. ദുഷ്ടതയെ ദ്വേഷിച്ചിരിക്കുന്നു. പിശാചിന്റെ മഹാ അടിമത്തത്തിൽ നിന്ന് മനുഷ്യനെ മോചിപ്പിച്ചിരിക്കുന്നതെന്നാണ് ദുഷ്ടതയെ ദ്വേഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് ഇത്ര വലിയ കാര്യം ചെയ്ത യേശുക്രിസ്തുവിനെ പിതാവായ ദൈവം ദൈവമേ എന്ന് സംബോധന ചെയ്യുന്നു. അതുകൊണ്ട് യേശു പിതാവായ ദൈവത്തോട് സമനാകുന്നില്ല. 1 യോഹന്നാൻ 5:20 നമുക്കൊന്ന് വായിക്കാം. അവിടെ യേശുക്രിസ്തു എന്തിനാ വന്നേ എന്നുള്ള കാര്യം പറയും. ദൈവപുത്രൻ വന്നു എന്നും സത്യദൈവത്തെ അറിവാൻ നമുക്ക് വിവേകം തന്നു എന്നും നാം അറിയുന്നു. അവിടെ ദൈവപുത്രൻ വന്നത് ഏത് കാര്യത്തിനാണ് എന്നാണ്. ദൈവപുത്രൻ വന്നത് സത്യദൈവത്തെ അറിയുവാനുള്ള വിവേകം നമുക്ക് തരാൻ വേണ്ടിയാണ്. അപ്പൊ ദൈവപുത്രനല്ല ഇവിടെ പറയുന്ന സത്യദൈവം, അത് പിതാവായ ദൈവമാണ്. പിതാവായ ദൈവത്തെക്കുറിച്ചുള്ള അറിവ് തരുവാൻ വേണ്ടി കൂടിയാണ് യേശുക്രിസ്തു വന്നത് എന്നാണ്. അപ്പൊ ഇവിടെ ഈ വാക്യങ്ങളിലെല്ലാം നമുക്ക് 2 വ്യക്തികളെ വ്യക്തമായിട്ട് കാണാൻ കഴിയും. ഒന്ന് പിതാവായ ദൈവത്തെയും പിന്നെ യേശുക്രിസ്തുവിനെയും. 110 സങ്കീർത്തനത്തിന്റെ 1 വാക്യം നമുക്കൊന്ന് വായിക്കാം. യഹോവ എന്റെ കർത്താവിനോട് അരുളിച്ചെയ്യുന്നത്, ഞാൻ എന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എന്റെ വലത്തുഭാഗത്തിരിക്കാം. യഹോവ എന്റെ കർത്താവിനോട് അരുളി ചെയ്യുന്നു. എന്റെ കർത്താവ് എന്ന് പറഞ്ഞാൽ ആരുടെ കർത്താവാ? ദാവീദിന്റെ കർത്താവ്. ദാവീദിന്റെ കർത്താവ് എന്ന് പറയുന്നത് യേശുക്രിസ്തുവിനെ ഉദ്ദേശിച്ചാണ്. അപ്പൊ യഹോവ യേശുക്രിസ്തുവിനോട് പറയുന്നത്, ഞാൻ നിന്റെ ശത്രുക്കളെ നിനക്ക് പാദപീഠമാക്കുവോളം നീ എൻ്റെ വലത്തു ഭാഗത്തിരിക്കുക. ഇവിടെയും യഹോവയെയും യേശുക്രിസ്തുവിനെയും കാണും. അപ്പൊ അതുകൊണ്ട് 2 ദൈവമുണ്ടോ? ഇല്ല. ദൈവം, സർവശക്തനായ ദൈവം, അത് യഹോവ ഒരുവൻ മാത്രം. യേശുക്രിസ്തു സർവശക്തനായ ദൈവമല്ല. പിതാവായ ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന ശക്തിയും അനുഗ്രഹങ്ങളുമാണ് യേശുക്രിസ്തുവിനുള്ളത്. യേശുക്രിസ്തു സ്വയം ഭവിച്ചവനല്ല, പിതാവിൽ നിന്ന് ജനിച്ചവനാണ്. പിതാവായ ദൈവം സ്വയം ഭവിച്ചവനാണ്, സർവശക്തനാണ്, സർവജ്ഞാനിയാണ്, ജ്ഞാനസമ്പൂർണനാണ്, നീതി സ്വരൂപനാണ്. ഈ അർത്ഥത്തിൽ പിതാവായ ദൈവത്തോട് സമനായിട്ട് സ്വർഗത്തിലോ ഭൂമിയിലോ ആരും ഇല്ല എന്നുള്ളതാണ്. അത് യെശയ്യാ പ്രവചനത്തിൽ തന്നെ പറയുന്നു, എനിക്ക് സമനായവനില്ല, എനിക്ക് സമനായ മറ്റൊരു ദൈവമില്ല സ്വർഗത്തിലോ ഭൂമിയിലോ. അതുകൊണ്ട് സർവശക്തൻ എന്നുള്ള പദവി യേശുക്രിസ്തുവിൻ്റെ പിതാവായ യഹോവയ്ക്ക് മാത്രമുള്ളതാണ്. പിതാവായ ദൈവത്തിൻ്റെ ആ പദവിക്കനുസരിച്ച് നമുക്ക് പിതാവിനോട് പ്രാർത്ഥിക്കാം. യേശുക്രിസ്തുവിനോട് നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് കുഴപ്പമില്ല. കാരണം പിതാവായ ദൈവം കഴിഞ്ഞാൽ ആരാധനയ്ക്ക് യോഗ്യനായി ഈ പ്രപഞ്ചത്തിലുള്ളത് യേശുക്രിസ്തു മാത്രമാണ്. അപ്പോൾ യേശുക്രിസ്തുവിനെ ആരാധിക്കുന്നത് തെറ്റല്ല. പിതാവായ ദൈവം എന്നുള്ള ആ പദവി, അതിൽ നിന്നുകൊണ്ട് യേശുവിനെ ആരാധിക്കാൻ
സാധിക്കില്ല എന്നുള്ളതാണ്. പിന്നെ യേശുവിനെ ആരാധിക്കാൻ ദൂതന്മാരോട് പറയുന്ന ഒരു ഭാഗം എബ്രായ ലേഖനം 1:6 ആദ്യജാതനെ പിന്നെയും ഭൂതലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവത്തിന്റെ സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണം. ഇവിടെ യേശുക്രിസ്തുവിനെ ആരാധനയ്ക്ക് യോഗ്യനായി ദൈവം അവരോധിക്കുകയാണ്. ആദ്യജാതനെ പിന്നെയും ഭൂതലത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോഴാണത്. പിന്നെയും എന്ന് പറഞ്ഞിരിക്കുന്നത് യേശുവിൻ്റെ രണ്ടാം വരവിൽ അവൻ രാജാവായി വരുമ്പോൾ. ഒന്നാം വരവിൽ യേശുവിനെ ആരാധിക്കുവാൻ ദൂതന്മാരോട് കൽപ്പിച്ചില്ല. അപ്പോൾ യേശു ആരാധനയ്ക്ക് യോഗ്യനായിത്തീരുന്നത് രണ്ടാം വരവിലാണ്. അപ്പോൾ ദൈവത്തിൻ്റെ സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണമെന്നും അരുളി ചെയ്യുന്നു. അപ്പോൾ യേശു ക്രിസ്തുവിനെ ആരാധിക്കുകയും നമസ്കരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനോ ആരാധനയ്ക്കോ യാതൊരു ഭംഗവും വരുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഈ വിഷയത്തെക്കുറിച്ച് ഇത്രയും പറഞ്ഞ് അവസാനിപ്പിക്കും.